നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷന് 9-ാം തീയതിയും 11-ാം തീയതിയായിട്ട് നടക്കുകയാണ്. കാടിളക്കിയുള്ള വളരെ പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൗതുകം എനിക്ക് തോന്നിയത്, ഇതുവരെ ബൈപ്പോളറായിരുന്ന കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. BJPയുടെ ഒരു മുന്നേറ്റം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ BJPയുടെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 26-ൽ നടക്കുകയാണ്. അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നാണ് അങ്ങയുടെ അഭിപ്രായം? ഇത് അങ്ങ് ചോദിച്ച ഒരു ചോദ്യം വളരെ കൗതുകകരവും അന്വേഷണം അറിയിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചത്. അതായത് കേരള ഇലക്ഷൻ ബൈപ്പോളർ എന്നുള്ളത്. അപ്പം കേരള ഇലക്ഷൻ എന്നോട്ടാണ് ബൈപ്പോളർ ആയത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ മൾട്ടിപ്പോളർ എന്ന് പറയാവുന്ന സ്റ്റേജ് ഇല്ലെങ്കിലും ഒരു 4 വിവിധ കക്ഷികൾ നയിക്കുന്നൊരു ഘട്ടം വരെ എത്തിയ സമയമുണ്ട് കേരളത്തിൽ. പെട്ടെന്ന് പറഞ്ഞാൽ 67-ലെ സപ്തകക്ഷി മുന്നണി വരുന്നത് വരെ കേരളത്തിൽ ബൈപ്പോളർ ആയിരുന്നില്ല, മൾട്ടിപ്പോളറായിരുന്നു. ബഹുമുഖ രാഷ്ട്രീയത്തിൻ്റെ തലമായിരുന്നു. സപ്തകക്ഷി മുന്നണി കൊണ്ട് വന്ന് കോൺഗ്രസിൻ്റെ അടിപ്പറിച്ചു എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അവിടെയാണ് മറു സൈഡിലും ഒരു മുന്നണി അങ്ങനെ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ എന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കരുണാകരനും കൂട്ടിനും മനസ്സിലാക്കിയത്. അന്നെന്ന് പറഞ്ഞാൽ ആദ്യം വർഗസമരത്തെ ചുരുട്ടിക്കെട്ടി പെട്ടി വെച്ചിട്ട് വർഗീയത രാഷ്ട്രീയത്തിൻ്റെ ആയുധമാക്കി ഏലംകുളത്ത് മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യം കാണിച്ചത് 67 ഇലക്ഷനാണ്. മുസ്ലിം ലീഗ് ആ മുന്നണിയിലുണ്ടായിരുന്നു. അതുപോലെ മറ്റേ ഫാദർ വടക്കൻ, ഒരു വർഗീയവാദി എന്ന് പറയാൻ പറ്റില്ല പോലും, റോഹയിട്ടർ അച്ഛനായിരുന്നു. കിട്ടാവുന്ന ക്രിസ്ത്യൻ ശക്തികൾ, അത് കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ട് പിരിഞ്ഞപ്പം ചില പ്രാദേശിക ശക്തികളെങ്കിലും ക്രിസ്ത്യൻ വർഗീയ ശക്തികളെ കൂടെ കൂട്ടാൻ യമുത്തിനൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സപ്തകക്ഷി മുന്നണിക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഒന്നാമത്തെ ഇടത് വർഗീയ മുന്നണിക്ക് ആരംഭം കുറിച്ചു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കരുണാകരൻ മുസ്ലിം ലീഗിനെ അവിടെ നടത്തിയെടുത്തു. കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ കേരള കോൺഗ്രസ്സുകാരെ വീണ്ടും കൂടെ കൂട്ടി. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രകടമായും ക്രിസ്ത്യൻ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അതിനകത്ത് 1-2 പേരെ കാണും. ഒരു നാരായണക്കുറുപ്പോ ഒരു ബാലകൃഷ്ണ പിള്ളയോ ഇപ്പോൾ ഒരു ഗണേഷ് കുമാറോ ഒക്കെ ഏതെങ്കിലും കേരള കോൺഗ്രസ് വിഭാഗത്തിൽ കാണും. അത് മുസ്ലിം ലീഗിന് അവിടെ സംവരണ സീറ്റിലേക്കൊക്കെ രാമൻ എന്നൊക്കെ പറയുന്ന ആളുള്ളതുപോലെ കണക്കാക്കിയാൽ മതി. അവർ സംരക്ഷിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വർഗീയ താല്പര്യത്തെയാണ്. അതുപോലെ സാറ് യോജിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നീട് വന്ന കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും വർഗീയതയുടെ പേരിൽ ഒരു വിഭാഗം പിരിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് മറുവിഭാഗം, കരുണാകരൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. മറുഭാഗം പ്രകടമായും മലയാള മനോരമ രക്ഷാകർതൃത്വം വഹിച്ച ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അങ്ങനെ പറയുമ്പം ഇടത് വർഗീയ മുന്നണിയും വലത് വർഗീയ മുന്നണിയുമായി 2 പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടായി. ഇപ്പോൾ വരാൻ പോകുന്നത് ഈ ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മുന്നണി സംവിധാനവും സോഷ്യൽ എൻജിനീയറിങ്ങും എല്ലാം അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും എല്ലാം മാറിയിട്ട് സാർ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ട്രയാങ്കുലർ കണ്ടസ്റ്റ്, ഒരു ത്രികോണ മത്സര സാധ്യത നിലനിൽക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അടുത്ത 26-ലെ ഇലക്ഷന് ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു ഹാങ് അസംബ്ലി ഉണ്ടാകുന്നതിന് സാധ്യത പോലുമുണ്ട്. ഇതുവരെ അത് വൈകിയതിന് കാരണമെന്ന് പറയുന്നത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് 2 പ്രസ്ഥാനങ്ങളും 2 മുന്നണികളും BJP ജയിക്കുമെന്ന് കാണുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുമായിരുന്നു. ഇനി വരാൻ പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് BJP ജയിച്ചാലും ഇല്ലെങ്കിലും
BJPയെ തോൽപ്പിക്കുന്നതിൻ്റെ പേരിൽ തങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു സീറ്റ് കൂടിപ്പോയെങ്കിൽ അവസാന പരിഗണനയിൽ അത് ഞങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു സാമാന്യ ബുദ്ധിയുടെ കണക്കെടുപ്പിൽ അടുത്ത 26-ലെ ഇലക്ഷന് അങ്ങനെ ആരെങ്കിലും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം വോട്ട് മറിച്ചു കൊടുക്കാൻ തോന്നും എന്ന പ്രായോഗിക ബുദ്ധിയുടെ രംഗത്ത് നോക്കുമ്പം എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടത് മൂന്നായി തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു കാര്യം വരാൻ പോണത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മുന്നണികളിലെല്ലാം അന്തഛിദ്രങ്ങൾക്ക് വഴിവരും. അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികളിലെ വ്യക്തികളല്ലേ പോലും പാർട്ടികൾ മാറുന്നൊരു സാഹചര്യം വരാം. വീണ്ടും ഒരുപക്ഷെ 57-നും 67-നും ഇടയ്ക്കുള്ളതുപോലെ ഓരോരോ രാഷ്ട്രീയക്കാർ, ചെറുതാണേലും വലുതാണേലും, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വന്തം കരുത്തുകൊണ്ടോ അല്ലെങ്കിൽ കൂടെ കിട്ടാൻ സാധ്യതയുള്ള 1-2 ചെറിയ പാർട്ടികളുടെ മിടുക്കുകൊണ്ടോ നിയമസഭയിൽ വന്ന ശേഷം ഭൂരിപക്ഷത്തിന് വേണ്ടി കൂടുകയും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സമീപകാലം കേരളം പോകുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഇടതിനും വലതിനും പകരമായിട്ട് മൂന്നാം ശക്തിയായിട്ട് വന്ന BJPക്കോ BJPയുടെ കൂടെയുള്ളവർക്കോ ഭരിക്കുന്നൊരു സാഹചര്യം ഉടനെ എന്തായാലും കേരളത്തിൽ പ്രായോഗികമായി ചിന്തിച്ചാൽ വരാൻ പോകുന്നില്ല. ഇവിടെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് ഇതെല്ലാം വരുത്തി വെക്കാൻ പോകുന്ന സാഹചര്യം ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൂടുതൽ ശ്രദ്ധേയമായ തിരുത്തലുകൾ ഉണ്ടാകുന്നതിനുള്ള അവസരമാണ് വളർന്നു വരാൻ പോകുന്നത്. ജനങ്ങൾ കൂടുതലും ആളെയും പാർട്ടിയെയും അറിഞ്ഞ് വോട്ട് ചെയ്യാൻ ഉള്ള സാധ്യത വളരാവുന്നതാണ് അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ്. സാറ് എന്താ? അല്ല, ഇന്നത്തെ എനിക്ക് സംബന്ധിച്ചിരിക്കാനുള്ളത് ഈ രണ്ട് മുന്നണികളെ, BJP അവിടെ നിൽക്കട്ടെ, BJPക്ക് BDJs അല്ലാതെ വേറെ കാര്യമായ പാർട്ടികളില്ല, മുന്നണി എന്ന് പറയാനില്ല. LDFനെ നയിക്കുന്ന CPM ആണ്, UDFനെ നയിക്കുന്ന കോൺഗ്രസ് ആണ്. ഈ 2026-ലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഈ രണ്ട് പാർട്ടികളുടെയും വിധി എന്താകും എന്നാണ് സാർ ചിന്തിക്കുന്നത്? സാർ, വിധി, ഞാൻ ആഗ്രഹിക്കുന്നൊരു വിധിയുണ്ട്. അത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം BJP ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് മുന്നണികൾക്കകത്തെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും, എവിടെയൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്ത്രപരമായിട്ട് വോട്ട് ചെയ്ത് അവരുടെ ശക്തി അവരുടെ മുന്നണിയിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ചരിത്രം മാറും. അത് BJP ചെയ്യത്തില്ല, അത് വേറെ അവർക്ക്. അപ്പോൾ അവർ പുറകോട്ട് പോയ അവസരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു 10 സീറ്റ്, ഇപ്പോൾ ഒന്ന് വ്യക്തമായിട്ട് ഞാൻ പറയാം, ഒരു 10 സീറ്റിനും 15 സീറ്റിനും ഇടയ്ക്ക്, അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് 1-ാം സ്ഥാനത്തെത്തിയത്, 2-ാം സ്ഥാനത്തെത്തിയത്, ചെറിയ സീറ്റിന് പേര് 3-ാം സ്ഥാനത്ത് പോയതുൾപ്പെടെയുള്ള എല്ലാ സീറ്റും കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു 15 സീറ്റ് കിട്ടുക, ആ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതോടൊപ്പം തന്നെ മറ്റൊരു സാഹചര്യം കൂടെ, ഏതെങ്കിലും കാരണവശാൽ എനിക്കതിൽ പ്രതീക്ഷയുണ്ട്, നമ്മളിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കേവലം ഒരു കോർപ്പറേഷൻ കിട്ടുന്നതല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അത് വളരെ കൃത്യമായ മാറ്റമുണ്ടാക്കും. കാരണം ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ ഗുജറാത്ത് എന്നൊരു സംസ്ഥാനം കൈ കിട്ടിയപ്പം ആ സംസ്ഥാനത്ത് ഒരു ഗുജറാത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഭാരതത്തിൻ്റെ അധികാരത്തിലേക്ക് എത്താൻ മോദിയെടുത്തൊരു പരിശ്രമമുണ്ടല്ലോ, അതിന് സമാനമായി തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ വികസന പരിപാടികൾ, ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കുന്ന വികസന മാതൃകകൾ സംഭാവന ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒക്കെ ഉൾപ്പെടെ തന്നെ ബന്ധപ്പെട്ട BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകാം, ഉണ്ടാകണം. സാറേ, ഈ രണ്ട് പാർട്ടികൾക്ക്, അതായത് CPM നേരിടുന്ന വലിയൊരു പ്രശ്നം, പിണറായി വിജയൻ്റെ അഭാവത്തിൽ മറ്റൊരു നേതാവ് CPM-ലില്ല. കോൺഗ്രസിനകത്താണെങ്കിൽ അവർക്കറിയാം ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരാൻ ഒരു അവസരവും ഇല്ലെന്നുള്ള കാര്യം. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ ഒരുപോലെ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന ആളുകളുമാണ്.
ഇതാണ് അവരുടെ ഒരു സ്ഥിതി. ഈ രണ്ട് പാർട്ടികളിൽ CPM-ലും BJP-യിലും ശൈഥല്യം എന്തെങ്കിലും സംഭവിക്കുമോ? ശൈഥല്യം സംഭവിച്ചാൽ ഏത് തരത്തിലുള്ള ശൈഥല്യമായിരിക്കും ഈ രണ്ട് പാർട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? എനിക്ക് തോന്നുന്നത് ആദ്യം ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം പറയാം. കോൺഗ്രസിൻ്റെയും വലത് വർഗീയ മുന്നണിയുടെയും കാര്യം. എനിക്ക് തോന്നുന്നത് വലത് വർഗീയ മുന്നണിയിൽ ഇപ്പോഴുള്ള ശൈഥല്യമൊക്കെ മാറുമെന്ന് ഞാൻ കണക്കൂട്ടുന്നു. മാറുന്നതിന് പഴയ തെന്നല ബാലകൃഷ്ണനുള്ള രൂപത്തിൽ അവിടെ ഇപ്പോൾ ഒരാൾ വളർന്നു വരുന്നുണ്ട്. സാറിന് പറയാമോ ആരാണെന്ന്? തെന്നല ബാലകൃഷ്ണനുള്ള രൂപത്തിൽ പക്ഷെ ആർക്കും എതിരില്ലാതെ തെന്നല ബാലകൃഷ്ണ വളർന്നു വന്നല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ബോധപൂർവം ചോദിക്കുന്ന, കോൺഗ്രസിൽ നിന്ന് ഒരാൾ ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ സർവ്വസമ്മതനായ ഒരാൾ കോൺഗ്രസ്സിൽ വളർന്നു വരാനുള്ള സാധ്യതയില്ല. എങ്കിലും സർവർക്കും ക്ഷമിക്കാവുന്ന എന്ന് വിചാരിച്ചു, സഹിക്കാവുന്ന ഒരാൾ സമ്മതനല്ലെങ്കിൽ പിന്നെ അതല്ലേ ഓപ്ഷൻ. അല്ല, അതാണ് സാർ കോൺഗ്രസിൻ്റെ പ്രശ്നം. അതാണ് ഞാൻ പെട്ടെന്ന് പറയും, സമയക്കുറവുണ്ട്. ആ ഒരു റോളിലേക്ക് രമേശ് ചെന്നിത്തല എത്തും. ഇതുവരെ ഉണ്ടായ ചില തിരിച്ചടികളിൽ നിന്ന് മാറിയിട്ട് ജീവിതത്തിൻ്റെ ഈ വൈകിയ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് തയ്യാറാവുന്നൊരു സാഹചര്യം വന്നുകൂടാഴികയില്ല. അങ്ങനെ സാർ പറഞ്ഞു, തീർച്ചയായിട്ടും അതിനകത്തൊരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ പല നേതാക്കന്മാരും അടി നിർത്തുകയില്ല. പക്ഷേ അടിക്ക് താൽക്കാലിക വിരാമം ഇട്ടിട്ട് 2031 പിടിക്കുന്നതിനുള്ള പരിശ്രമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ സാധ്യത. തീർത്തും പറയുകയല്ല. കാരണം കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഇതൊക്കെ പരിഹരിക്കാൻ ബാധ്യതയും ചുമതലയുമുള്ള ഹൈക്കമാൻഡ് അതിനൊന്നുള്ള പക്വതയും ശേഷിയും ശേഷിയും ഉള്ളവരല്ല. രാഹുലിനോ പ്രിയങ്കയ്ക്കോ സോണിയയ്ക്കോ പോലും ഈ വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് ആ ഒരു ലെവലിലേക്ക് പോകുമെന്ന് അറിയാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ കോൺഗ്രസിനുള്ളിൽ പലരും ശ്രദ്ധിക്കാത്ത വേറെ ഒരു അന്തർധാരയുമുണ്ട്. ഞങ്ങളുടെ ഭരണകാലത്ത് ഇടയ്ക്കൊരിക്കൽ കരുണാകരന് കൊടുത്തത് ഒഴിച്ചു കഴിഞ്ഞാൽ ആന്റണിയും ഉമ്മൻചാണ്ടിയും വഴി ഞങ്ങൾ തന്നെയാണ് ഭരിച്ചത് എന്നറിയാവുന്ന ഒരു വിഭാഗം ഏതെങ്കിലും തരത്തിൽ അവരുടെ സാന്നിധ്യം വീണ്ടും കോൺഗ്രസ്സിൽ ഉറപ്പിക്കാനുള്ള വളഞ്ഞ വഴികൾ പലതും നോക്കുവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് കോൺഗ്രസ്സിൽ ഒരു മാറ്റത്തിൻ്റെ സാധ്യത പെട്ടെന്ന് കാണാൻ കഴിയില്ല. പിന്നെ അതേ സമയത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാര്യം എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയനെ മാറ്റിയൊരു പരിശ്രമത്തിന് തൽക്കാലം അവർ തയ്യാറാവില്ല. പിണറായി വിജയനെ മാറ്റണ്ടോ എന്ന് അവർക്ക് തീരുമാനം വിട്ടുകൊടുക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറില്ല. ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ ഒരു ഭരണം കേരളത്തിൽ ഇനി ഉണ്ടാകുന്നതിന് ജനത അതിന് സജ്ജമാകുമോ, തയ്യാറാകുമോ, സഹിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വരുമ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രതിപക്ഷത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ UDF-ലേക്ക് മൊത്തം പോവാതെ സബ്സ്റ്റാൻഷ്യലായിട്ട് ഒരു 10-15 സീറ്റെങ്കിലും BJP-യും ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ UDF-ഉം LDF-ഉം മാറി നിൽക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പുതിയൊരു സാഹചര്യം വരുന്നതിനുള്ള അന്തരീക്ഷമുണ്ട്. ഇവിടെ സാറ് പ്രത്യേക ഒരു കാര്യം ഓർക്കണം. ഞാൻ വിശദമായി പഠിച്ചു ചെയ്തിട്ടുള്ളത്, ഈ പിണറായി വിജയൻ്റെ 3ാം ഇലക്ഷൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറിയതിൻ്റെ പേരിൽ മാത്രം ഉണ്ടായ മത വിഭാഗത്തിൻ്റെ വോട്ടിൻ്റെ പേരിൽ വന്ന മാറ്റമാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആ പ്രദേശത്ത് നിന്ന് കുറേ വോട്ടുകൾ, മുസ്ലിം വോട്ടുകളും അന്ന് ഇടതുമുന്നണിക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രമാണ് വലിയ വോട്ടിൽ വ്യത്യാസമില്ലെങ്കിലും ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. അത് ഇത്തവണ ആവർത്തിക്കണമെന്നില്ല. മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ UDF-ലേക്ക് പോകുമെന്നും ക്രിസ്ത്യൻ വോട്ട് കൺസോളിഡേഷൻ അതും UDF-ലേക്ക് പോകാവുന്നൊരു സാഹചര്യം വരുമ്പം, പക്ഷെ അവിടെയും ഇതിനൊന്നും താല്പര്യമില്ലാത്ത നിഷ്പക്ഷരായ ഒരു സമൂഹം ഇവർ രണ്ട് കൂട്ടരും ജയിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് 3ാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് കൊടുത്താലും അതിശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും 26-ലെ ഇലക്ഷൻ കേരളത്തിലെ
ദ്വിമുന്നണി, രണ്ട് മുന്നണികളുടെ സംവിധാനത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും എന്നുള്ള കാര്യത്തിന് ഉടനെ സംശയത്തിൽ അർഹതയില്ല. അല്ല, തീർച്ചയായിട്ടും ഇപ്പം ഇടതുപക്ഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് CPM നേതൃത്വം നിന്ന് പിണറായി മാറണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന പിണറായി തന്നെയാണ്, CPM അല്ല. അദ്ദേഹം സ്വയം മാറുന്നെങ്കിലേ ഉള്ളൂ, മാറ്റാനുള്ള ശേഷിയുള്ള ഒരു അതിനകത്തില്ല. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. ഇനി പിണറായി സ്വയം മാറി നിന്നാൽ പോലും അദ്ദേഹത്തിന് സമശീർഷനായ ഒരു നേതാവ് ഇന്ന് CPM ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല സാർ, അത് സാർ ഓരോരുത്തരും ഒരു എന്താ പറയുക, നോ അതർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഞാൻ സാറിനോട് കാര്യം ചോദിക്കാം, ആരും മുഖ്യമന്ത്രി ആയി ആ മെറ്റീരിയൽ പുറത്തുനിന്ന് കാണിച്ചിട്ടുള്ള വരുന്നത് പലരെ എനിക്ക് പറയാൻ കഴിയും. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പോഴുള്ള പല ആളുകളും. സാർ, അതിൻ്റെ ഒരു പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി താരതമ്യേനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയശാസ്ത്രമായിരുന്നു. പ്രത്യയശാസ്ത്രം അതിൻ്റെ അടിത്തറയും പാർട്ടി അതിൻ്റെ മേൽപ്പുരയുമായിരുന്നു. പ്രത്യയശാസ്ത്രം അടിത്തറ തീർന്ന് ഇതിൻ്റെ ഇളയിപ്പോയി, എങ്ങുമില്ല. ബംഗാളിലില്ല, ത്രിപുരയിലില്ല, എവിടെയുമില്ല. പിന്നെ പാർട്ടി എന്ന് പറയുന്ന മേൽപ്പുര എപ്പോൾ വേണമെങ്കിലും വീഴാം. 33 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളിലെ ഒരു ഫൈൻ മോർണിംഗിൻ്റെ ഇതില്ലാതായി. ഇന്നൊരൊറ്റ ഒരാൾ അവിടെ ഇല്ല. അവിടെ ആരാണ് നയിച്ചുകൊണ്ടിരുന്നത്? ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, നമുക്ക് ലീഡേഴ്സിനെ കാണിക്കാൻ പറ്റും, പക്ഷേ അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇതിനെ കൊണ്ടുപോകത്തക്ക വിധത്തിൽ കരുത്ത് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പോളറൈസേഷൻ, സാറ് പറഞ്ഞ പോളറൈസേഷൻ, ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശക്തമായ ഒരു ഇടതുപക്ഷ വിരുദ്ധ പോളറൈസേഷൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് പിണറായിക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒന്നിച്ച് നിർത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ അതിലൂടെ കൊടുത്തൊരു സന്ദേശം വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശന് കൃത്യമായി പറഞ്ഞു, ക്രിസ്ത്യാനിക്ക് സംഘടിക്കാമെങ്കിൽ, ഐക്യപ്പെടാമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് സംഘടിച്ച് നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് സംഘടിച്ചാൽ കൂടാ. അപ്പോൾ അതിനൊരു ഹിന്ദു ഐക്യത്തിൻ്റെ ഐക്കണായിട്ട് താൻ മാറുമെന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. 27% പോപ്പുലേഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. ഒപ്പം ഈഴവ കമ്മ്യൂണിറ്റിയും നായർ കമ്മ്യൂണിറ്റിയും ഒന്നിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ, സാർ 57 ഒരു കഥ പറഞ്ഞല്ലോ, അതുപോലെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ലെങ്കിലും ഒരു തകർച്ചയിൽ നിന്നും പാർട്ടിയെ സംരക്ഷിച്ച് നിർത്താൻ ഒരു വലിയ പരിധി വരെ കഴിയുമെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, കോൺഗ്രസ് ഇന്ന് കൂട്ടുകൂടിയിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ്. വളരെ അപകടകരമായൊരു കൂട്ടുകൂടലാണത്. അപ്പോൾ എവിടെയും ഇപ്പം പാലാ ബിഷപ്പ്, അദ്ദേഹം ഒരു പള്ളിയിൽ നിന്നുകൊണ്ടാണ് ഡ്രഗ് ജിഹാദിനെക്കുറിച്ച് പറഞ്ഞത്. പാലാ ബിഷപ്പിനെ തള്ളിപ്പറഞ്ഞത് ആരാണ്? VD സതീശനാണ് ആദ്യം തള്ളിപ്പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ഈ ഒരു ഗതികേട്, ലീഗിൻ്റെ വർഗീയതയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയോ താങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. അത് ഭൂരിപക്ഷ വോട്ട് കോൺഗ്രസിൻ്റെ കാൽ കീഴിൽ നിന്ന് ഒലിച്ചു പോകും. അങ്ങനെ വന്നാൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതാണ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ പുറമെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഇടതുപക്ഷം ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചുകൊണ്ട് അധികാരത്തിലെത്തുകയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. സാറ് പറഞ്ഞതുപോലെ ഒരു ഹാങ് അസംബ്ലി വരാൻ ഒരു സാധ്യത വന്നാൽ ഒരു പക്ഷേ എങ്ങനെയാണ് കേരള പൊളിറ്റിക്സ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 64 അങ്ങനെ വന്നാണല്ലോ സാർ, 65 അങ്ങനെ വന്നാൽ സാറിനറിയാം. അന്ന് 65 ഇലക്ഷൻ EMSഉം AKG ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് 23 സീറ്റ്, 2 സംഘടനാ കോൺഗ്രസ് അടക്കം 25 സീറ്റ് അന്ന് കേരള കോൺഗ്രസ് പിടിച്ചത്. അന്ന് കേരള കോൺഗ്രസിലൂടെ ആരുണ്ടായിരുന്നു? NSSഉം ക്രിസ്ത്യൻ സഭയും കത്തോലിക്ക സഭയും പത്മനാഭനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ എതിരായിരുന്നല്ലോ. പക്ഷേ അന്ന് CPI മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ചില രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. 2, അങ്ങ് പറഞ്ഞ ഒരു കാര്യം, അതായത് UDFലെ സർവ്വസമ്മതനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ഒരു സാധ്യത അങ്ങ് കണ്ടു. എനിക്ക് അതിനോട് വ്യക്തിപരമായി യോജിപ്പാണ്. മറ്റൊന്നും കൊണ്ടല്ല, KC വേണുഗോപാലിന് കേരളത്തിൽ വേരുകളില്ല. മറ്റൊന്ന്, VD സതീശനെ ഒരു അംഗീകാരം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ആയിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ലീഗിൻ്റെ പിന്തുണയുണ്ട്, NSSൻ്റെ പിന്തുണയുണ്ട്, വെള്ളാപ്പള്ളിയുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവർക്ക് സമ്മതനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്ത് സർവ്വസമ്മതനായ ഒരു നേതാവ് വേണമെങ്കിൽ ഉരുത്തിരിഞ്ഞ് വരാം. എങ്കിൽ പോലും കോൺഗ്രസ്സുകാരുടെ സ്വഭാവ വൈചിത്ര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ ഒരു ചാൻസ് ഇല്ല. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോയി ഇവിടെ തീരുകയാണത്. പിന്നെ VD സതീശൻ്റെ സ്വപ്നമാണെങ്കിലും നടക്കാത്ത സ്വപ്നമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ ഫീൽഡിൽ നിന്ന് മാറും. എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി ഒരു ക്ലെയിം KC വേണുഗോപാൽ വയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അന്തിമ നിമിഷത്തിൽ ലീഗും
SNDP NSS ഒക്കെ ഒരു നിലപാട് സ്വീകരിച്ചാൽ KC വേണുഗോപാലിനെ പ്രൊജക്റ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ വന്നാൽ സാറ് പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരമുണ്ട്. രമേശ് മുഖ്യമന്ത്രിയായാൽ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനെ വളരെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി മെയ്വഴക്കത്തോടുകൂടി കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. അവിടെയും സാർ സൂചിപ്പിച്ച പോലെ തന്നെ ചില ശക്തികൾ രമേശ് പഴയ ഗ്രൂപ്പിലെ വർഗീയ നിലപാടുള്ള ചില കക്ഷികൾ രമേശിൻ്റെ വരവിനെ തടയാൻ ശ്രമിക്കത്തക്ക വിധത്തിൽ അവർക്കിപ്പോൾ കരുത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരിശ്രമിക്കാം സാർ. അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റി സ്കാറ്റേഡ് ആയിരുന്നു. നമ്മൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വെള്ളാപ്പള്ളിയുടെ നിലപാടാണ് ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വാസ്തവമാണ്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഹിന്ദുക്കൾക്കൊരു ഐക്യം ഇവിടെ ഉണ്ടായെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഒറ്റ ഒരാളാണ്, അത് വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പം 100% യോജിക്കുന്നു. അത്തരത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ കേരളത്തിൽ വരാൻ സാധ്യതയുള്ള അങ്ങ് സൂചിപ്പിച്ച പോലെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു ഹാങ് അസംബ്ലി വരാം. ഹാങ് അസംബ്ലി വരുമ്പോൾ അങ്ങനെ വന്നാൽ BJPയുടെ പിന്തുണ സ്വീകരിക്കാൻ സ്വാഭാവികമായി ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറാകത്തുണ്ട്. CPMഉം അല്ലെങ്കിൽ LDFും കോൺഗ്രസും അല്ലെങ്കിൽ UDFും ചേർന്ന് ഒരു മുഖ്യമന്ത്രിയെ ഇരുത്തി ഭരിക്കുന്ന ഒരു പരീക്ഷണവും നടന്ന് കൂടായികയില്ല. അതിനൊരു സാധ്യതയും ഞാൻ പുറത്തുനിന്നുള്ള പിന്തുണ കൊടുക്കും. അപ്പോൾ അത്തരം ഒരു ഗവൺമെൻറ്റും വേണമെങ്കിൽ വരാം. എന്തായാലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ചിത്രം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.